പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 5-ാം ആഴ്ചയുടെ ബുധനാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഇന്ന് തിരുവചനം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ പരസ്പരം തിരുത്തി പരസ്പരം സഹായിച്ച് മുമ്പോട്ട് പോകേണ്ടതിനെ കുറിച്ച് ഈശോ ഇവിടെ പറയുന്നു. പരസ്പരം തിരുത്തുന്നതുമായി സംബന്ധിച്ച് ഈശോ പറയുമ്പോൾ ശ്രദ്ധേയമായ ഒരു വാക്യം എങ്ങനെയാണ്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നീയും അവനും മാത്രമായിരിക്കുമ്പോൾ, 2 പേർ മാത്രമായിരിക്കുമ്പോൾ ആ തെറ്റ് തിരുത്തപ്പെടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെയും വികാരങ്ങളെയും എത്രമാത്രം മാനിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. എത്ര നല്ല തിരുത്തി കൊടുക്കൽ ആയാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് തിരുത്തി കൊടുക്കുമ്പോൾ അതൊരു ഇൻസൾട്ടിങ് എന്ന രീതിയിൽ, മോശപ്പെടുത്തിയുള്ള സംസാരം എന്ന രീതിയിൽ അത് തെറ്റ് ചെയ്തയാൾക്ക് തോന്നുകയുള്ളൂ. അതേസമയം ഒറ്റയ്ക്കാണ് അദ്ദേഹത്തോട് ആ ആളിനോട് സംസാരിക്കുന്നതെങ്കിൽ അതെന്നെ തിരുത്താൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്ന് അതിനെ സ്വീകരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈശോ ബോധപൂർവം പറയുന്നു, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മറ്റുള്ളവരുമായുള്ള സംസാരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പകരം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശാസനയും കുറ്റപ്പെടുത്തലും പരമാവധി ഒഴിവാക്കാനും അവർക്കും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തെയും വികാരത്തെയും ഒക്കെ മാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ പറയാറുണ്ട്, പ്രൈസ് ഇൻ പബ്ലിക്, റെബ്യൂക്ക് ഇൻ പ്രൈവറ്റ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ സ്തുതിച്ചു പറയുക, നല്ലത് പറയുക, എന്നാൽ ശാസിക്കുമ്പോൾ, തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അത് പ്രൈവറ്റായിട്ട് 2 പേർ മാത്രമായിരിക്കുമ്പോൾ ചെയ്യുക. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇതാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരെ പരസ്യമായിട്ട് ശാസിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ കുറെ കഴിയുമ്പോൾ അത് ഉണങ്ങും. പക്ഷെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ കാലങ്ങൾ ഉണങ്ങാതെ കിടക്കും. അത് പലപ്പോഴും വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന മുറിവുകളാണ്. നമുക്കതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള തിരുത്തി കൊടുക്കലുകളിൽ അവരെ തിരുത്തുന്നതിൽ നമുക്ക് പ്രത്യേകം ജാഗ്രതയുള്ളവരാവാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ സ്നേഹപൂർവ്വം തിരുത്തണമെന്നും ആ തിരുത്തലിൽ പോലും അവരുടെ വികാരങ്ങളെയും വ്യക്തിത്വത്തെയും മാനിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ഞങ്ങളും ബലഹീനരാണെന്നും തെറ്റുകളുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം അവരെ തിരുത്താൻ, ഔദാര്യപൂർവ്വം അത് ചെയ്യാൻ തയ്യാറാകണമെന്നും അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. അങ്ങയുടെ ആഹ്വാനം അനുസരിച്ച് ഏറ്റവും ഉചിതമായ രീതിയിൽ മറ്റുള്ളവരെ തിരുത്തി ഞങ്ങളും തിരുത്തലുകൾ സ്വീകരിച്ച് പരസ്പരം വളരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ പ്രവൃത്തികളോടും കൂടെയും ഇന്നുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.